നാപ്കിൻ വാങ്ങിക്കാനായിട്ട് ഞാൻ കയറിയത് നീതി ജന ഔഷധിയിലാണ് കയറിയത്. അവിടെ നിന്ന് നമുക്ക് ആ സാനിറ്ററി നാപ്കിന് കാശ് കൊടുക്കുമ്പോ 10 രൂപയാണ് അവര് എന്റെ അടുത്തുനിന്ന് വാങ്ങിച്ചത്. 10 രൂപയ്ക്ക് ഇന്നത്തെ കാലത്ത് ഒരിക്കലും ഒരു പാക്കറ്റ് സാനിറ്ററി നാപ്കിൻസ് കിട്ടില്ല. അപ്പോൾ ശരിക്കും ഞാൻ ആ മെഡിക്കൽ ഷോപ്പിന്റെ വാതിക്കൽ നിന്നിട്ട് ഞാൻ പൊട്ടി പൊട്ടി കരഞ്ഞിട്ടുണ്ട്. കാര്യം എന്ന് വെച്ചാൽ ഇത്രയധികം, അതായത് കേരളത്തിലെ ഒരു അന്തരീക്ഷം വെച്ചിട്ട് ഇവിടുത്തെ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ ഹൈജീന്റെ കാര്യത്തിൽ വളരെയധികം മുന്നിൽ നിൽക്കുന്ന സ്ത്രീകൾ തന്നെയാണ്. അപ്പൊ നമ്മള് തീർച്ചയായിട്ടും ഈ ഇത്തരം കാര്യങ്ങളിൽ കുറെ കൂടി അഡ്വാൻസ്ഡ് ആണ്. നമ്മൾ സാനിറ്ററി നാപ്കിൻസ് എന്ന് പറഞ്ഞാൽ അതിന് എത്ര വിലയാണെങ്കിലും നമ്മൾ വാങ്ങിക്കും. പക്ഷെ എന്റെ പൊന്നു സുഹൃത്തുക്കളെ, ഈ തള്ളിക്കൊണ്ടിരിക്കുന്ന സ്ത്രീ നാവെടുത്ത് കഴിഞ്ഞ് ശപിക്കുന്ന ഒരാളാണ്. ഒരു സന്തോഷ വാർത്ത പറഞ്ഞുതരാം. ഈ ആയ്മപ്പോ മത്സരിക്കാൻ പറ്റില്ല. BJP-യിലേക്ക് നേരിട്ട് ചേക്കാറാനുള്ള ഒരു മടി കൊണ്ട് 2020 ഒരു ചേക്കാറാനുള്ള ഒരു ഏർപ്പാട് നടത്തുകയായിരുന്നു ഇവരടക്കമുള്ള കുറെ ബിഗ് ബോസ് മത്സരാർത്ഥികൾ. ഒന്ന് ആലോചിച്ച് നോക്കി, ഇത്തവണ BJP-ക്കാര് 2020 മുതലാളി വശം BJP-യിലേക്ക് ചേക്കേറുന്ന ആളുകളൊക്കെ എന്തിന്റെ ബാക്ക്ഗ്രൗണ്ടിലാണ് ഇവർ നമ്മുടെ നാട്ടിൽ മത്സരിക്കുന്നത്? സിനിമാ നടിയാണ് എന്നതിന്റെ ബാക്ക്ഗ്രൗണ്ടിലോ? ബിഗ് ബോസിൽ ഒരു തവണ മത്സരിച്ചിട്ടുണ്ട്, അതിലൊരു അംഗമായിരുന്നു എന്നതിന്റെ ബാക്ക്ഗ്രൗണ്ടോ? അതിൽ നാണം കെട്ട് എവിക്റ്റ് ആയിട്ടുണ്ട്, ബൈക്കിൽ കയറി പോകേണ്ടി വന്നിട്ടുണ്ട് എന്നതിന്റെ ബാക്ക്ഗ്രൗണ്ടിലാണോ ഇവരൊക്കെ മത്സരിക്കുന്നത്? ഇവര് ഏതോ അമ്മ സംഘടനയിലൊക്കെ ആരൊക്കെ വിളിച്ചിട്ട് ശപിക്കുന്ന ഓഡിയോ ഒക്കെ നമ്മൾ കേട്ടത് ഭയങ്കര ശാപമാണ്. ഇവരൊരു ഉത്തമ കുലസ്ത്രീയാണെന്ന് കൂടി അറിയാം. തീർച്ചയായിട്ടും BJP-യോടൊപ്പം നിൽക്കാൻ യോഗ്യയായിട്ടുള്ള ഒരാൾ തന്നെയാണ്. നോക്കൂ, ഒരു സാനിറ്ററി നാപ്കിൻ 10 രൂപയ്ക്ക് എന്താ പറയുന്ന പ്രധാനമന്ത്രിയുടെ ഒരു ഇതിൽ നിന്ന് വാങ്ങിച്ചതിന്റെ ഭാഗമായിട്ട് അവരതിന്റെ കവാടത്തിൽ നിന്ന് പൊട്ടി 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 കരഞ്ഞു എന്ന് നമ്മൾ കേട്ടാൽ, ഇവരൊക്കെ ജയിച്ചു കഴിഞ്ഞാൽ ഇമാതിരി തള്ളുകളൊക്കെ നമ്മൾ കേൾക്കേണ്ടി വരുമല്ലോ എന്ന് ഞാൻ വിചാരിച്ചിരുന്നു. മഹാഭാഗ്യം, ഇവരെ പേര് വോട്ടേഴ്സ് ലിസ്റ്റിലില്ല. ഒരു സ്ഥാനാർത്ഥി നിശ്ചയിക്കുമ്പോൾ ഏറ്റവും ബേസിക് ആയിട്ട് വേണ്ടത് വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുണ്ടോ എന്നുള്ളതാണ്. ഒന്നും വേണ്ട, ഈ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുണ്ടോ എന്നുള്ള കാര്യം നമ്മുടെ മൊബൈലിലേക്ക് എത്തിയിട്ട് എത്ര കാലമായി. മിനിമം ഒരു ആഴ്ചയെങ്കിലും പിടിച്ചിട്ടുണ്ടാവുമല്ലോ, ഒരാഴ്ചയെങ്കിലും ഉണ്ടാവുമല്ലോ. നമ്മളെല്ലാവരും നമ്മുടെ പേരുണ്ടോ, നമ്മുടെ വീട്ടുകാരുടെ പേരുണ്ടോ എന്നൊക്കെ നമ്മളൊക്കെ തപ്പി വെക്കിയിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഈ സ്ത്രീ എന്ന് പറയുന്ന ആള് അവരുടെ പേരുണ്ടോ എന്ന് പോലും തപ്പി നോക്കിയിട്ടില്ല വോട്ടേഴ്സ് ലിസ്റ്റിൽ. ഇനി അതൊന്നും വേണ്ട, ഇവര് തപ്പി നോക്കിയില്ല. ഇവരെ സ്ഥാനാർത്ഥിയാക്കാൻ പോകുന്ന ആ മുതലാളിമാരെങ്കിലും, മുതലാളിയാണല്ലോ സ്ഥാനാർത്ഥിയാക്കുന്നത് ജേക്കബ്, അപ്പോ അവരെങ്കിലും അതും തപ്പി നോക്കട്ടെ. അവരും തപ്പി നോക്കിയിട്ടില്ല. അപ്പോ ഒരു ബേസിക് നോളജ് പോലും ഈ തെരഞ്ഞെടുപ്പിനെ കുറിച്ചിട്ട് അറിയാത്ത ഇത്തരം ആളുകളാണ് മത്സരിക്കാൻ ഇറങ്ങിയിരിക്കുന്നത്. കുറെ സിനിമാ നടിമാര്, ഒരു സ്ഥലത്ത് നമ്മുടെ ബിഗ് ബോസിൽ വിജയിയായിട്ടുള്ള ഒരണ്ണൻ, പിന്നെ ബിഗ് ബോസിലെ ഒരു മത്സരാർത്ഥിയായിട്ടുള്ള ലവൻ, ഇവള് കഴിഞ്ഞിട്ടില്ല, ഇനിയുണ്ട് വേറെ ആൾ കൂടി നമുക്ക് ഇതേപോലെ മത്സരിക്കാനുണ്ട്. ഇനി ഇവരെ പറ്റി സാബു ജേക്കബ് പറയുന്ന വാക്കുകളൊന്ന് കേൾക്കണം കേട്ടോ. പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. ലക്ഷ്മി പ്രിയ മത്സരിക്കുന്നത് പെരുമ്പാവൂർ നിയോജക മണ്ഡലത്തിലാണ്. അവര് രക്ഷപ്പെട്ടു. അപ്പോ പെരുമ്പാവൂരിന്റെ ഏറ്റവും ഒരു ശക്തമായിട്ടുള്ള ഒരു സാന്നിധ്യം കൊണ്ടുവരാനും അവിടെ വിജയിക്കാനും സാധിക്കുന്ന ഒരു സ്ഥാനാർത്ഥി തന്നെയാണ് ലക്ഷ്മി പ്രിയ. അതിൽ യാതൊരു സംശയവുമില്ല. അപ്പോ അവരുടെ അഭിമാനത്തോടെ ഇരുത്തുണ്ടല്ലോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ സത്യത്തില് അവർ വിജയിക്കുമെന്ന് വിചാരിച്ച് തന്നെയാണ് അവരൊക്കെ ഇരിക്കുന്നത് എന്നെനിക്ക് ഭയങ്കര സംശയമുണ്ട്. എന്തായാലും ഇതേപോലെ വേറൊരാൾ കൂടി ഉണ്ടായിരുന്നു, ഒരു നായരാണ്. എന്ത് നായരാണ് പഠിച്ചത്? വീണ നായര്. വീണ നായർക്കും അവിടെ വോട്ടില്ല എന്നുള്ളതാണ്. കേട്ടു. 2020 സ്ഥാനാർത്ഥി വീണ നായർക്കും വോട്ടില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത കൂടി ഇപ്പോൾ വരുന്നുണ്ട്. നമുക്കറിയാം 2020 തന്നെ സ്ഥാനാർത്ഥിയായിട്ടുള്ള നടി ലക്ഷ്മി പ്രിയയ്ക്ക് വോട്ടില്ല എന്നുള്ള വാർത്ത ഇന്നലെ വന്നിരുന്നു. അപ്പോൾ വീണ നായരുടെ കാര്യത്തിലും അങ്ങനെയാണ്. വീണയ്ക്ക് പകരം സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ NDA ശ്രമം തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. ഈ വാർത്തയുടെ വിവരങ്ങളുമായി ബിദിനം ദാസ് ചേരുന്നു. ബിദിൻ, പറഞ്ഞോളൂ. BJP NDA തെരഞ്ഞെടുക്കുന്ന ആളുകളാണ്. അന്തും കുന്തും ഇല്ലാത്ത എന്താ പറയാ സീരിയലും കളിച്ച് നടക്കുന്ന കുറെ എണ്ണം. ഇവർക്ക് എന്ത് സാമൂഹ്യ ബോധമുള്ളൂ? ഒന്ന് ആലോചിച്ച് നോക്കി. എന്ത് സാമൂഹ്യ ബോധമുള്ളത്? രാഷ്ട്രീയം കളിച്ചിട്ട് എന്ത് പരിചയമുള്ളത്? ഇവിടെ രാഷ്ട്രീയ പ്രവർത്തനത്തെ കുറിച്ചിട്ട് എന്ത് തേങ്ങ അറിയാം? ഒരു വണ്ണാങ്കട്ടി അറിയില്ല.
ഇങ്ങനെ ഒരു മണ്ണം കെട്ടി അറിയാത്ത കുറെ എണ്ണത്തിനെ പിടിച്ചിട്ട് സിനിമാ നടിമാരും ക്രിക്കറ്റ് കളിക്കാരൊക്കെ പിടിച്ചിട്ട് അങ്ങോട്ട് മത്സരിപ്പിക്കും. ചിലപ്പോ ഇവന്മാരെ സീരിയലും മറ്റും കണ്ടതിന്റെ ഭാഗമായിട്ട് സുരേഷ് ഗോപി ചേട്ടന് ജയിപ്പിച്ചമാരാണ് ജയിപ്പിക്കും. പിന്നെ വല്ലതും ചോദിച്ചാൽ വല്ല തേങ്ങയുണ്ടോ, വല്ല മാങ്ങയുണ്ടോ? ഇവന്മാര് നമുക്ക് വേണ്ടിയിട്ട് എവിടെയെങ്കിലൊക്കെ സംസാരിക്കും. അറ്റ്ലീസ്റ്റ് നമുക്ക് ആ ഒരു വയനാട് ആ ഒരു പ്രളയ ദുരന്തം കഴിഞ്ഞിട്ട് എന്തെങ്കിലും അതിന് വേണ്ടിയിട്ട് വല്ല വാക്കും അവിടെ പോയിട്ട് പറഞ്ഞായിരുന്നു മോങ്ങിയോട്? ഒന്നും പറയില്ല. എന്തായാലും കേട്ടോ, വോട്ടില്ല. അതിന് വലിയ തരത്തിലേക്ക് പ്രചാരത്തിലേക്ക് എത്താൻ കഴിയുമെന്നും കൂടുതൽ ആളുകളിലേക്ക് എത്താൻ കഴിയുമെന്നും ഒക്കെ ഉള്ള കണക്കൂട്ടലാണ് 2020 സിനിമാ താരങ്ങളെ അടക്കം തെരഞ്ഞെടുപ്പ് മത്സരിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് വീണ നായരെ ഏറ്റുമാനൂരിൽ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത്. ഇപ്പോൾ നാമനിർദ്ദേശ പത്രിക നൽകുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ തുടങ്ങുമ്പോഴാണ് വോട്ടർ പട്ടികയിൽ വീണ നായരുടെ പേരില്ല എന്ന് മനസ്സിലാക്കിയത്. ചങ്ങനാശ്ശേരിയിൽ താമസിച്ച സ്ഥലത്ത് അവിടെ വോട്ടുണ്ടാകുമെന്നാണ് കരുതിയിരുന്നത്. പണ്ടെപ്പോഴും ഒരു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ചങ്ങനാശ്ശേരിയിൽ വോട്ട് ചെയ്തിരുന്നു എന്ന് വീണ നായർ ഇപ്പോൾ നേതാക്കൾക്കൂടെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവരുടെ സ്വന്തം വീട്ടിരിക്കുന്ന സ്ഥലത്തോ അല്ലെങ്കിൽ ഇപ്പോൾ താമസിക്കുന്ന സ്ഥലത്തോ മുമ്പ് താമസിക്കുന്ന സ്ഥലങ്ങളൊന്നും തന്നെ ഒരു സ്ഥലത്തും വോട്ടർ പട്ടികയിൽ ആ പേരില്ല എന്നാണെങ്കിൽ ഇവർ എത്ര കാലമായിട്ട് വോട്ട് ചെയ്തിട്ടില്ല എന്നാണ് അതിനർത്ഥം. വേറൊന്നും പറയാനില്ല. അതായത് സ്വന്തമായിട്ട് വോട്ട് ചെയ്തിട്ടുണ്ടോ, തനിക്ക് വോട്ടുണ്ടോ എന്ന് പോലും അന്വേഷിക്കാത്ത ഇവരൊക്കെയാണ് മത്സരിച്ച് നമ്മളൊക്കെ നേരാക്കാൻ നടക്കുന്നത്. എന്തായാലും ഇവരുടെ ഒരു വിഷമം ഇനി അത് കുറച്ച് വിഷമമുള്ള സംഗതി ഒന്ന് കേട്ടോക്കാം. ഈ വരുന്ന നിയമസഭാ ഇലക്ഷനിൽ ഏറ്റുമാനൂർ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് 2020 NDAയുടെ സ്ഥാനാർത്ഥിയായിട്ട് ഞാൻ മത്സരിക്കാൻ തയ്യാറെടുത്തിരിക്കുകയായിരുന്നു. വളരെ ഖേദത്തോടുകൂടി ഞാൻ ഈ വാർത്ത നിങ്ങളുടെ അറിയിക്കുകയാണ്. മറ്റാൾക്കാർ ആര് പറയുന്നതിലും മറ്റ് സോഷ്യൽ മീഡിയ വരുന്നതിന് മുന്നേ ഞാൻ തന്നെ എന്നെ അറിയാവുന്ന, എന്നെ സ്നേഹിക്കുന്ന, എന്നെ പ്രതീക്ഷിക്കുന്ന ആൾക്കാരോട് ഈ വാർത്ത അറിയിക്കണം എന്നുള്ളതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത്. ഇത് രാവിലെ അമ്പലത്തിൽ പോയി തൊഴുത് എല്ലാം വളരെയധികം എന്താ പറയാ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഞാൻ ഏറ്റുമാനൂർ മണ്ഡലത്തിൽ എത്തിയതും പിന്നെ 2020 ആൾക്കാരെ കാണുന്നതും BJP ആൾക്കാരെ കാണുന്നതുമല്ല. അപ്പോഴാണ് ഞാൻ ഓൾറെഡി എന്റെ വോട്ടർ ലിസ്റ്റിൽ എന്റെ പേര് ആഡ് ചെയ്യാൻ വേണ്ടി കൊടുത്തിരുന്നത്. അപ്രൂവൽ ആയിട്ടില്ല എന്നുള്ള കാര്യം ഞാൻ അറിയുന്നത്. അത് വളരെ വേദനിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. നമ്മുടെ പേര് കൊടുത്ത് ഞാൻ കാൻഡിഡേറ്റ് ആണെന്ന് അറിഞ്ഞതിന് ശേഷം ഇതിന്റെ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തിരുന്നു. പക്ഷെ ഡേറ്റ് 15-ാം തീയതി വരെ ആയിരുന്നു എന്നുള്ളത് വളരെ വൈകിയാണ് ഞാൻ അറിയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇന്നാണ് അത് കറക്റ്റായിട്ട് ഞാൻ അറിയുന്നത് എന്ന് പറയുന്നതായിരിക്കും സത്യം. ഇന്നലെ വൈകിട്ട് മുതൽ കണ്ടില്ലേ, ഇതൊക്കെ കഴിഞ്ഞ് ആശാരിച്ചും കഴിഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞിട്ടാണ് ഇതൊക്കെ അറിയുന്നത്. ഇത്ര സാമാന്യ ബോധമില്ലാത്ത ആളുകളൊക്കെ മത്സരിച്ച് നമ്മളെ ഭരിക്കേണ്ടി വരുന്ന ഒരു മഹാ അപരാധത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടു എന്ന് മാത്രം കരുതിയാൽ മതി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങളോ ബൈ.